എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഭഗവത്ഗീതയിലെ ഓരോ സന്ദേശവും വിവരണവും മറ്റ് ഗ്രന്ഥങ്ങളിലും വ്യക്തികളും നൽകുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് ധാരാളം വ്യക്തികൾക്ക് അത് വളരെ കൂടുതൽ ആകർഷകമാകുന്നു എന്ന് അറിയാൻ സാധിച്ചു. 4 വാക്കുകൾ അതിനോട് ചേർന്ന ഒരു 2 വാക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്. 4 വാക്കാണല്ലോ. ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്. നമ്മൾ കേട്ടത് ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ലിസണിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്. വാച്ചിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്. ഡിസ്കസിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്. തിങ്കിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്. അനലൈസിങ്, അസിമുലേറ്റിംഗ് 4 എണ്ണത്തിലുണ്ട്. കേട്ടത് ഒന്ന് ചിന്തിച്ച് അതിൽ നിന്നെടുക്കാനുള്ളതെടുത്ത് ജീവിതത്തിൽ പകർത്താൻ, കണ്ടത് ഒന്ന് വിശകലനം ചെയ്ത് അതിൽ നിന്നെടുത്ത് ചർച്ച ചെയ്യുന്നതിലും ചിന്തിക്കുന്നതിൽ നിന്നും ഒന്ന് വിശകലനം ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ ഈ നിരന്തരം ഒരേ രീതിയിൽ ജീവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ, കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നോവേഷൻ, വളരെ നൂതനങ്ങളായ ആശയങ്ങൾ, നൂതനങ്ങളായ വീക്ഷണങ്ങൾ, നൂതനങ്ങളായ അറിവുകൾ, വിവരങ്ങൾ, അത് നമ്മളുടെ നിരന്തരം ഒരേപോലെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ 10-ാം അധ്യായത്തിലെ 33 മുതൽക്കാണ് ആരംഭിച്ചത്. കൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്നതിന് മുമ്പ് താൻ ആരാണ് എന്ന് വിവരിക്കുകയാണ്. വിശ്വരൂപം കാണിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ പിന്നീട് വിവരിക്കാം. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവ അക്ഷയകാലോ ദാതാഹം വിശ്വതോ മുഖം. അക്ഷരങ്ങളില് ഞാൻ അകാരമാണ്, ഗ്രാമറില് സമാസത്തില് ദ്വന്ദ്വ സമാസമാണ് ഞാൻ. അക്ഷയം, ആരംഭവും മധ്യവും അവസാനവും ഇല്ലാത്ത കാലം, ആ കാലവും ഞാൻ തന്നെയാണ്. സർവചരാചരങ്ങൾക്കും ദാതാവ്, ദാനം ചെയ്യുന്നവനും ഞാൻ തന്നെയാണ്. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. ഉദ്ഭവം, അത് ഉത്ഭവിക്കുന്നതിൻ്റെയും അതിൻ്റെ ഭാവിയുടെയും, അതുപോലെ തന്നെ സർവ്വതിനെയും അപഹരിക്കുന്ന മരണത്തിൻ്റെയും ആ ചൈതന്യം ഞാൻ തന്നെയാണ്. സ്ത്രീകളില്, സ്ത്രീ ചൈതന്യത്തില് കീർത്തിയും ശ്രീർ വാക്ച നാരീണാം സ്മൃതിർ മേധാധൃതി ക്ഷമ. കീർത്തി എന്ന് പറയുന്ന സ്ത്രൈണ വാക്ക് പദം, ശ്രീ ഐശ്വര്യം, വാക്ക് സരസ്വതി ദേവി, സ്മൃതി ഓർമ്മശക്തി, മേധാശക്തി, അതുപോലെ തന്നെ ധൃതി ഉറച്ച തീരുമാനം, ക്ഷമ, ഈ ഗുണങ്ങളെല്ലാം സ്ത്രീകളിലുള്ള ഈ ഗുണങ്ങൾ എന്നുള്ളതല്ല, ഈ ഗുണങ്ങൾക്ക് സ്ത്രൈണ ഭാവമാണ്, ഇത് സ്ത്രീലിംഗമാണ്. ക്ഷമയാ ധരിത്രി എന്നൊക്കെ പറയുന്നത് ഇന്നലെ ഞാൻ ദേവി മഹാത്മ്യത്തിലെ മന്ത്രം പറഞ്ഞു. ഇതെല്ലാം മാതൃരൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളിലുള്ള ഇത് എന്നല്ല, സ്ത്രീലിംഗ പദങ്ങളായ ഇത് സ്ത്രൈണ ഭാവത്തിലുള്ള
ആ ചൈതന്യമെല്ലാം പ്രപഞ്ച പുരുഷ ചൈതന്യമായ ഞാൻ തന്നെയാണ്. സ്ത്രൈണ ഭാവത്തിലുള്ള ഈ വാക്കുകളുടെ ആധാരം പുരുഷ ചൈതന്യമായ എന്നിൽ തന്നെയാണ്. ബൃഹത് സാമ തഥാ സാംനാം ഗായത്രി ഛന്ദസാമഹം. സാമഗാനങ്ങളിൽ ബൃഹത് സാമം എന്ന് പറയുന്ന അതിബൃഹത്തായ സാമം ആലാപനം നീട്ടി വലിച്ച 56 അക്ഷരത്തോടു കൂടിയതാണ്. ആ സാമഗാനം ഞാനാണ്. ഏറ്റവും ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ആരാണോ ആലപിക്കുന്നത് അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന മന്ത്രമായ ഗായത്രി ഛന്ദത്തിലെ 24 അക്ഷരങ്ങൾ അതുപയോഗിച്ചിട്ടാണ് വാൽമീകി മഹർഷി രാമായണം എഴുതിയത്. ആ ഛന്ദസ്, ഗായത്രി ഛന്ദസ്, അത് ഞാനാണ്. മാസാനാം മാർഗശീർഷോഹം. മാസങ്ങളില് മാർഗശീർഷം ഞാനാണ്. ഋതൂനാം, ഋതുക്കളിൽ വെച്ച് വസന്ത ഋതു കുസുമാകര പുഷ്പമുണ്ടാകുന്നത് അത് ഞാനാണ്. വസന്ത ഋതു ഞാനാണ്. 36 10-ാം അധ്യായത്തിലെ 36 ദ്യൂതം ചലയതാമസ്മി. ദ്യൂതം ചലയതാമസ്മി. കളികളില് ചെസ് അത് ഞാനാണ്. ചതുരംഗക്കളി ഞാനാണ്. തേജസ്വിനാമഹം. തേജസ് ഉള്ളവരില് ആ തേജസ് ഞാനാണ്. ജയോസ്മി, ജയിക്കുന്നതില് ഏതിലും പരാജയപ്പെടാതെ ജയിക്കുന്നവരില് ജയത്തിന്റെ ചങ്കൂറ്റം ഞാനാണ്. വ്യവസായോസ്മി, ഒരു വ്യാവസായികമായ ഇന്തൂസിയാസം, ആ ഇച്ഛാശക്തി, വ്യാവസായിക ഇച്ഛാശക്തി അത് ഞാനാണ്. സത്വം സത്വവതാമഹം. ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഏത് പ്രതിഭാസത്തിലും, സത്വം ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഏത് പ്രതിഭാസത്തിലെയും ആ ചൈതന്യം ഞാനാണ്. അർജുന. വൃഷ്ണീനാം വാസുദേവോസ്മി. വൃഷ്ണിവംശത്തിൽ കുലജാതരായ വ്യക്തികളിൽ ഞാൻ വാസുദേവനും. അതുപോലെ പാണ്ഡവന്മാരില് മധ്യസ്ഥനായ, എന്താ പാണ്ഡവരിൽ മധ്യസ്ഥനായ അർജുനന്റെ പ്രത്യേകത? ധർമ്മപുത്രർക്ക് ധാർമ്മികമായിട്ടുള്ള മൂല്യമാണുള്ളത്. ധർമ്മപുത്രരുടെ സിമ്പിൾ ധർമ്മമാണ്. ഭീമന്റെ സിമ്പിൾ മസിൽ പവറാണ്. നകുലന്റെ സിമ്പിൾ സൗന്ദര്യമാണ്. സഹദേവന്റെ സിമ്പിൾ സത്യസന്ധതയാണ്. അപ്പൊ ധർമ്മപുത്രർക്ക് ധാർമ്മികവും, ഭീമന് മസിൽ പവർ ശക്തിയും, നകുലന് സൗന്ദര്യവും, സഹദേവന് സത്യസന്ധതയും. ഈ 4മാണ് 2 പേര് മുകളിലും 2 പേര് ചുവട്ടിലുമുള്ള 4 പേര്. അതിൻ്റെ എല്ലാ നന്മയുമാണ് നടുക്കുള്ള അർജുനനുള്ളത്. അതുകൊണ്ടാണ് നടുക്കുള്ള അർജുനന്റെ തന്നെ സാരഥിയാവാൻ കൃഷ്ണൻ തീരുമാനിച്ചതും. ഈ 4 പേരുടെയും പ്ലസ് അർജുനന്റെ വില്ലാളി വീരനായ അർജുനന്റെ ചങ്കൂറ്റവും കൂടി ചേരുമ്പോൾ ആ പാണ്ഡവരുടെ എല്ലാ സത്തും ഉൾക്കൊണ്ടിരിക്കുന്ന ധനഞ്ജയൻ അഥവാ അർജുനൻ അത് ഞാൻ തന്നെയാണ്. മുനീനാമപ്യഹം വ്യാസഃ. വ്യാസനാണ് മുനിമാരിൽ. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 2 ഇതിഹാസങ്ങളും രചിച്ചു എന്ന് മാത്രമല്ല, വേദങ്ങളെ 4ആയിട്ട് പകുക്കാൻ കപ്പാസിറ്റി കാണിച്ച സർവ്വസാധാരണനായ മുക്കുവ സ്ത്രീയിൽ മത്സ്യഗന്ധിയിൽ ജനിച്ച ഒരു കുടിലിൽ ജനിച്ച വേദവ്യാസൻ അത് ഞാൻ തന്നെയാണ്. കവീനാം ഉശനാ കവി. വേദപണ്ഡിതന്മാരില് ഉശനാ കവി എന്ന് പറയുന്ന കവി അത് ഞാനാണ്. 38 10-ാം അധ്യായത്തില് ദണ്ഡോ ദമയതാമസ്മി. കോംപ്രമൈസ് ചെയ്യുന്നതിലും മീഡിയേറ്റർ ചെയ്യുന്നതിലും അതിശക്തമായ പണിഷ്മെന്റ്, ദണ്ഡനീതി. ആ ദണ്ഡനീതി ഞാനാണ്. നീതിരശ്മി ജിഗീഷതാം. വിജയിക്കുന്ന വ്യക്തികൾക്ക് നീതി അർഹിക്കുന്ന വിധത്തിൽ അവരെ സംരക്ഷിക്കുന്നതും ഞാൻ തന്നെയാണ്. വിജയത്തില് നീതി, കാരണം വിജയിക്കുന്നവന് നീതി കിട്ടണം, പരാജയപ്പെടുന്നവനും നീതി കിട്ടണം. അതിൽ ആർക്കാണ് അർഹതയുള്ളത് എന്ന് തീരുമാനിക്കുന്ന നീതി അത് ഞാനാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം. അതിഗഹനമായ അറിവുള്ള വ്യക്തികളിൽ നിലനിൽക്കുന്ന മൗനവും ഞാൻ തന്നെയാണ്. വളരെ പണ്ഡിതന്മാര്, അതിഗഹനമായ അറിവുള്ളവർ വെറുതെ ഇങ്ങനെ സംസാരിക്കില്ല. അത് അവരുടെ അറിവിന്റെ മഹത്വമാണ് മൗനം. ജ്ഞാനം ജ്ഞാനവതാമഹം. അറിവുള്ള വ്യക്തികളില് അറിവും ഞാൻ തന്നെയാണ്. 39 10-ാം അധ്യായത്തിലെ 39 യച്ഛാഭി സർവഭൂതാന. ഇനി അർജുന, ഞാൻ എന്തെങ്കിലൊക്കെ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യച്ഛാഭി
സർവഭൂതാനാം സർവചരാചരങ്ങളില് ബീജം തദഹമർജുന. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുള്ളതായിട്ട് നിനക്ക് തോന്നുകയാണെങ്കിൽ അർജുന, ആ വിട്ടുപോയതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് നിലനിൽക്കുന്നതും ഞാൻ തന്നെയാണ്. ന തദസ്തി വിനാ യസ്യാൻ മയാ ഭൂതം ചരാചരം. മയാ ഭൂതം ചരാചരം. ഈ ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവ്വതിലും, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സർവ്വതിലും യാതൊന്നാണോ ഉള്ളത് അത് മുഴുവനും മയാ വിന, ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ന തദസ്തി, അതുണ്ടാവില്ല. അപ്പൊ എല്ലാത്തിൻ്റെയും ആധാരം ഞാനാണ്, എല്ലാത്തിൻ്റെയും റൂട്ട് ഞാനാണ്, എല്ലാത്തിൻ്റെയും ബീജം ഞാൻ തന്നെയാണ്. ഞാനില്ലെങ്കിൽ അതൊന്നും ഇല്ല, അത് എന്നിലാണ് നിരന്തരം നിലനിൽക്കുന്നത്. 40ാമത്തെ വരികള്. നാന്തോ അസ്ഥി, നാ ഇല്ല, അന്തം അവസാനം, അസ്ഥി ഇല്ല. ദിവ്യാനാം വിഭൂതിനാം പരന്തപ, അല്ലയോ പരന്തപ അർജുന, എൻ്റെ വിഭൂതികൾക്ക്, ആ വിഭൂതികളെ കുറിച്ച് ഞാൻ ആ വിശ്വരൂപത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി വിവരിക്കാം. എൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും എന്ന ഈ പ്രപഞ്ച ചൈതന്യത്തിന് ഞാൻ എത്ര വിവരിച്ചാലും എത്ര എഴുതിയാലും അതിനൊന്നും അന്തമില്ല, അവസാനമില്ല. അർജുന, ഏഷതോ ദേശത പ്രോക്ത വിഭൂതേർ വിസ്തരശോമയ. എത്ര വിസ്തരിച്ച് ഞാൻ പറഞ്ഞാലും വിഭൂതേർ വിസ്തരോമയ, എൻ്റെ വിഭൂതികൾ എത്ര വിസ്തരിച്ച് ഞാൻ തന്നെ വിവരിച്ചാലും ശരി, പ്രോക്ത വിവരിച്ചാലും ശരി, ഏഷതൂർ ദേശത, അതെല്ലാം ഒരംശമേ ആവുള്ളൂ. അതിനേക്കാൾ എത്രയോ എത്രയോ അധികം ഉണ്ട്. അത് സംക്ഷിപ്തമായിട്ട് ഔട്ട്ലൈനായിട്ട് പറയാൻ ഇമ്പോസിബിൾ ആണ്. എന്നാലും എന്തെല്ലാമാണോ അതിനകത്ത് ചേർക്കാവുന്നത് അതെല്ലാം ചേർക്കാൻ സാധിക്കും. 49 യദ് വിഭൂതി മത് സത്വം, യദ് വിഭൂതി മത് സത്വം, ഏതെല്ലാം വിഭൂതികളാണ്, മാനിഫെസ്റ്റേഷനും ഈ പ്രപഞ്ചത്തിന്റെ ഗ്ലോറി ചൈതന്യവുമാണ്. മത് സത്വം, എൻ്റെ സത്വത്തോടുകൂടി നിലനിൽക്കുന്നത് ശ്രീമദ് ഊർജിതമേവച, ചൈതന്യത്തിൻ്റെ ഊർജ സ്രോതസ്സായി തന്നെ അത് നിലനിൽക്കുന്നു. തത് ആ നിലനിൽക്കുന്നതെല്ലാം ഏവാ അവഗച്ഛത്വം മമ തേജോംശ സംഭവം. നീ മനസ്സിലാക്കണം, അതിലേക്ക് നീ നിന്റെ മനസ്സ്, ചിന്ത, ബുദ്ധി പ്രയാണം ചെയ്യണം. എവിടേക്ക്? എന്തെല്ലാമാണോ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഊർജ സ്രോതസ്സായിട്ട് ശ്രീമദ് ഊർജിതമേവ വാ, ചൈതന്യവത്തായ ഊർജത്തിൻ്റെ എല്ലാ അംശങ്ങളും നിലനിൽക്കുന്നത് ഏതാണോ അതെല്ലാം തത് ഏവാവഗച്ഛ, അതെല്ലാം തന്നെ ത്വം മമ തേജോംശ സംഭവ, അത് എൻ്റെ തേജസ്സിൻ്റെ അംശം കൊണ്ട് സംഭവിച്ചതാണെന്ന് നീ അവഗച്ഛതു, നീ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ യഥാർത്ഥത്തില് A to Z, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ, അതായത് അണു മുതൽക്ക് മഹാപ്രപഞ്ചം വരെ നിലനിൽക്കുന്നതെല്ലാം എൻ്റെ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. 42 അഥവാ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇതൊന്നും അല്ലെങ്കിൽ, ബഹൂനൈതേന കിം ജ്ഞാതേന തവാർജുന, അനവധി 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 കാര്യങ്ങളിൽ ഉള്ളതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കിം ജ്ഞാതേന തവാർജുന, നീ എന്തൊക്കെ മനസ്സിലാക്കിയോ, ഇനി എന്തൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ അർജുന. ഇഷ്ടവ്യാഹമിതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്, വിഷ്ടവ്യാഹമിതം കൃത്സ്നം, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും കൃത്സ്നം കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഏക അംശേന, ഒരു ചെറിയ അംശം കൊണ്ട്, എൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് സ്ഥിതോ ജഗത്, അത് ഞാൻ മുഴുവനുമായിട്ടല്ല ഈ ജഗത്ത് നിലനിൽക്കുന്നത്, എൻ്റെ ഒരു ചെറിയ അംശം മതി, ഒരു മൈക്രോ മൈന്യൂട്ട് പാർട്ടിലാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും അതിനകത്ത് വേണ്ട, അത് എന്നിലകത്തും വേണ്ട, എൻ്റെ ചെറിയൊരു അംശത്തിൽ അത് നിലനിൽക്കുന്നു. ശരിക്ക് അതും കൂടി ഞാൻ പിന്നീട് വിവരിക്കാം, അപ്പൊ നമുക്ക് കൂടുതൽ കുറെ കൂടി വ്യക്തമാവും. അടുത്തത് വിശ്വരൂപം. 11ാം അധ്യായത്തില് അർജുനൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും താൻ കണ്ട മാതിരി തന്നെയുള്ള ഒരു അനുഭവമാണ്. അപ്പോ ആ കൃഷ്ണൻ അർജുനനോട് ഇതെല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അർജുനനൊരാഗ്രഹം, നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആഗ്രഹമല്ലേ, നമ്മളിപ്പോൾ താജ്മഹലിനെ കുറിച്ചോ
അമർനാഥിനെ കുറിച്ചോ കൈലാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നെയ്യാർ ഡാമിലെ സീനിനെ കുറിച്ചോ മലമ്പുഴ ഡാമിലെ സീനിനെ കുറിച്ചോ പറഞ്ഞാൽ കുറേ വിവരിച്ച് കഴിയുമ്പോഴത്തേക്കും കേൾക്കുന്നവർക്കൊക്കെ എന്താ തോന്നലുണ്ടാവുക, ഇതൊന്ന് കണ്ടാൽ കൊള്ളാം, എന്തെങ്കിലും നമുക്കതൊന്ന് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നവരില്ലേ? അത് തന്നെയാണ് അർജുനന്റെ അവസ്ഥ. ഇതെല്ലാം കേട്ടു, ഇനി ഇതൊന്ന് കണ്ടാൽ കൊള്ളാം, എല്ലാം ഭംഗിയായിട്ട് കേട്ടു, ഇതൊന്ന് കണ്ടാൽ കൊള്ളാം. മദനുഗ്രഹായ, എനിക്കിത് കാണണമെന്ന് തോന്നാൻ കാരണം നീ പറഞ്ഞതിലുള്ള അവിശ്വാസമൊന്നുമല്ല, അതൊക്കെ ഞാൻ വിശ്വസിച്ചു, ഒരു സംശയമില്ല. പക്ഷെ എൻ്റെ അനുഗ്രഹത്തിനായിട്ട് എനിക്ക് ഇത്രയും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ആധാരമായ ഒരു വ്യക്തിത്വമാണ് എൻ്റെ മുമ്പിൽ ദേവരൂപത്തിലോ ഏത് രൂപത്തിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത്രയും വിവരിച്ചത് കേട്ടതോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 10-90 കിലോഗ്രാം ഭാരമുള്ള ഒരു ലോഡ് കൃഷ്ണ, ഒരു കൃഷ്ണനാ എൻ്റെ മുമ്പിൽ. 70, 75, 80, 85 കിലോ ഭാരമുള്ള ഒരു കൃഷ്ണൻ. ആ കൃഷ്ണനാണ് ഇതെല്ലാം എന്ന് വിവരിക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ കേട്ടതൊന്നും മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി എങ്ങനെയത് മനസ്സിലാക്കുക? കേട്ടാ പോരാ, കാണണം. കണ്ടാലേ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലവർ കണ്ടു മനസ്സിലാക്കാൻ. ആ ആഗ്രഹമാണ് മദനുഗ്രഹായ പരമം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് വെറുതെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൊണ്ടല്ല, എനിക്ക് അനുഗ്രഹത്തിനായിക്കൊണ്ട് ഗുഹ്യം അധ്യാത്മ സംഹിതം, അതിഗഹനമായിട്ടുള്ള ഗുഹ്യം, ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അതിഗഹനമായിട്ടുള്ള അധ്യാത്മം, സ്പിരിച്വാലിറ്റിയുടെ പരമകാഷ്ടയില. വെറും ഫിസിക്കൽ ബോഡി അല്ല. വെറും ഫിസിക്കൽ ബോഡിയാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ രഥം ഓടിക്കുന്ന സാരഥിയെ പോലെ നിൽക്കുന്നു, നിന്നെ ഞാൻ കണ്ടു, പ്രശ്നം തീർന്നു. പക്ഷെ വെറും ഫിസിക്കൽ ബോഡി ആയിരുന്നെങ്കിൽ നിന്നെ കണ്ടതോടുകൂടി എൻ്റെ പ്രശ്നം തീർന്നു. അധ്യാത്മ സംഹിതം, ഇതിൻ്റെ പുറകിൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ്, ആ ആധ്യാത്മിക സ്രോതസ്സോടുകൂടി എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഉണ്ട്. യത്വയോക്തം, നീ ഇത്രയും നേരം പറഞ്ഞില്ലേ, ആ കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ, അതല്ലാണ്ട് വെറുതെ അല്ല. നീ ഇത്രയും കാലം പറഞ്ഞത് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച്. വചസ്തേന മോഹോയം വിഗതോ മമ, ഇത്രയും നേരം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വചസ്തേന, ആ വരികളൊക്കെ കേട്ടപ്പോൾ മോഹോയം, എനിക്ക് നേരത്തെ ഇതൊക്കെ വിവരിക്കുന്നതിന് മുമ്പ് യുദ്ധം ചെയ്യണോ, യുദ്ധം ചെയ്യണ്ടേ, അപ്പുറത്ത് ബന്ധുക്കളല്ലേ, സഹോദരന്മാരല്ലേ, ആചാര്യന്മാരല്ലേ, നമ്മുടെ അധ്യാപകരല്ലേ, പിതാമഹന്മാരല്ലേ, അവരെയൊക്കെ കൊന്നിട്ട് വേണോ കൃഷ്ണ ഇതൊക്കെ ചെയ്യാൻ? നമ്മൾ വലിയ വർണ്ണസങ്കര കാരണം വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ അവസാനം ചെന്ന് ചാടില്ലേ എന്ന് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിൻ്റെ സംശയമൊക്കെ എനിക്ക് തീർന്നു. അങ്ങനെയുള്ള സംശയമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നീ പറഞ്ഞത് കറക്റ്റാണ്, പെർഫെക്റ്റ് ആണെന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നുകൂടി ഒരവസരം, ഞാനിപ്പോൾ നിന്നോട് ചോദിച്ചില്ലെങ്കിൽ നീ പിന്നീട് തന്നെ കാണിച്ചു തരില്ല, പിന്നീട് എനിക്ക് കാണാനും സാധിക്കില്ല. അതുകൊണ്ട് മോഹോയം വിഗതോ മമ, വചസ്തേന മോഹോയം വിഗതോ മമ, മമ മോഹ അയം മോഹ വിഗത. എൻ്റെ ഇപ്പോഴത്തെ എല്ലാം കൺഫ്യൂഷനുകളും തീർന്നു, ധാരണകളും തീർന്നു, തെറ്റിദ്ധാരണകളും തീർന്നു, ഇതെല്ലാം തീർന്നു. പക്ഷേ ഇത്രയും നേരം ഈ കുറഞ്ഞ 2 അധ്യായത്തിൽ നീ പറഞ്ഞില്ലേ നീ അതാണ് ഇതാണെന്നൊക്കെ, അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതും എനിക്ക് പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് അനുഗ്രഹായ, എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനല്ല, എൻ്റെ അനുഗ്രഹത്തിനായിട്ട് കണ്ടാൽ കൊള്ളാം. 2-ാമത്തെ ശ്ലോകം 11-ാമത്തെ അധ്യായം. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോമയ. അപ്പോ നീ അർജുനൻ തന്നെ പറയാണ്, ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോമയ, എനിക്ക് വിസ്തരിച്ച് നീ അതൊന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. ത്വത്ത കമലപത്രാക്ഷ മഹാത്മ്യമപി ചാവ്യയം, നാശമില്ലാത്ത ഏറ്റവും ചൈതന്യവത്തായ മഹാത്മ്യം, നിന്റെ മഹാത്മ്യം അല്ലയോ കമലപത്രാക്ഷ കൃഷ്ണ. ത്വത്ത, നിന്റെ എന്താ പറയുക, നിന്റെ തത്വം, നിന്നിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാം വിസ്തരശോമയാ ശ്രുതൗ, നീ പറഞ്ഞത് ഞാൻ വിസ്തരിച്ച് കേട്ടു. വിസ്തരശോമയാ ശ്രുതൗ, ഞാൻ കേട്ടല്ലോ എല്ലാം. പാസീവ് വോയിസ്. ഭവാപ്യൗഹി, നിന്നെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. അടിവരയിട്ട് പറയാൻ ഇത്രയും. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര, അല്ലയോ പരമേശ്വര, നിന്നെ കുറിച്ച് നീ എന്തൊക്കെയാണോ എന്നോട് പറഞ്ഞത് ആ വിവരണങ്ങളെല്ലാം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ വിവരണങ്ങൾ കേട്ടാൽ കൊള്ളാം എന്നുണ്ടായിരുന്നത് കേട്ടു.
നിന്നോട് ഞാൻ വിവരിക്കാൻ പറഞ്ഞു, നീ വിവരിച്ചു. അതിൻ്റെ നിനക്ക് മാത്രമേ നിന്നെക്കുറിച്ച് വിവരിക്കാൻ സാധിക്കുള്ളൂ. അതും എനിക്ക് മനസ്സിലായി. ഇനി നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ദൃഷ്ടുമിച്ഛാമി തേ രൂപം, ദൃഷ്ടുമിച്ഛാമി തേ രൂപം. അർത്ഥം മനസ്സിലായല്ലോ? നിന്റെ ആ രൂപം, നീ വിവരിച്ച ആ രൂപമൊന്ന്, രൂപം ഐശ്വര്യം, ഐശ്വര്യം, പൂർണ്ണ ഐശ്വര്യത്തോടു കൂടി ആ രൂപമൊന്ന്, അല്ലയോ പുരുഷോത്തമ, എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ. ഞാനിത് കാണണമെന്ന് പറഞ്ഞു എങ്കിലും എനിക്കത് കാണാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടാണ്. മന്യസേ യദി തച്ഛക്യം, എനിക്ക് അത് കാണാൻ യോഗ്യതയുണ്ട് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, ആ ലെവലിലാണ് ഞാൻ ഇരിക്കുന്നത്. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭോ, അല്ലയോ പ്രഭോ കൃഷ്ണ, മയാ ദൃഷ്ടും ഇതി, എന്നാൽ കാണാൻ യോഗ്യതയുണ്ട് എന്ന്, യതി തച്ഛക്യം, അതെനിക്ക് കാണാൻ പറ്റുമെന്ന് ത്വം മന്യസേ, നിനക്ക് തോന്നുന്നുവെങ്കിൽ, ഞാൻ എനിക്ക് കാണണമെന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നീ കാണിച്ചു തരല്ല. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ കാണിച്ചു തരണ്ട. പക്ഷെ എനിക്കതിന് യോഗ്യത ഉണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, എനിക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ കാണേണ്ടതാണ് ഇത് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുക. യോഗേശ്വര, അല്ലയോ കൃഷ്ണ യോഗേശ്വര, തതോ മേ ത്വം ദർശയാത്മാനം അവ്യയം, ആ അനന്തമായിട്ടുള്ള നാശഹീനമായിട്ടുള്ള ആ രൂപത്തെ ദർശയാത്മാനം, എന്നെ ഒന്ന് കാണിച്ചു തരിക. തതോ മേ ത്വം, നിന്നിൽ നിന്ന് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, ആദ്യം ഏത് കാര്യം നമ്മൾ ചോദിക്കുമ്പോഴും നമ്മൾ പറയാനുള്ള ഒരു ചെറിയ പോയിന്റ്, എനിക്കതിന് യോഗ്യതയുണ്ടോ? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് അടൽ ബിഹാരി വാജ്പേയിയും ബാക്കിയുള്ളവർ, അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിരുന്ന സമയത്ത് അബ്ദുൽ കലാമും ഞാനും ഒരേ മുറിയിൽ ശങ്കര ഐ ക്ലിനിക്ക് കോയമ്പത്തൂരിൽ താമസിക്കാനുള്ള ഭാഗ്യവും കിട്ടിയിരുന്നു. എനിക്ക് ഒരു 6-7 മണിക്കൂർ ശങ്കരാചാര്യരുടെ കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരുടെ കൂടെ. അങ്ങനെ തൻ്റെ അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ BJP എന്ന് തീരുമാനിച്ചപ്പോൾ, NDA തീരുമാനിച്ചപ്പോൾ, ആദ്യം അബ്ദുൽ കലാം പറഞ്ഞത് എനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല, രാഷ്ട്രീയത്തിൽ ഇരുന്ന ആളല്ല. അതിനു മുമ്പ് പലരും രാഷ്ട്രീയത്തിലും കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചവരാണ്. എനിക്കതിന് യോഗ്യതയുണ്ടോ എന്നാണ്. തിരിച്ച് അടൽ ബിഹാരി വാജ്പേയി കൂട്ടത്തിലുള്ളവർ പറഞ്ഞത്, അങ്ങയേക്കാൾ യോഗ്യതയുള്ളവർ വേറൊരാളില്ല എന്നാണ് പറഞ്ഞത്. അങ്ങയേക്കാൾ യോഗ്യതയുള്ള വേറെ ആരും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്, എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് മത അനുഗ്രഹമായി, എനിക്ക് അനുഗ്രഹം കിട്ടാനായിട്ട് എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ യോഗ്യതയുണ്ടോ ഇല്ലയോ തീരുമാനിക്കണം നീയല്ലേ, നീ തീരുമാനിക്കുക. നമ്മൾ കൃഷ്ണനോടും ലോകത്തിൽ ആരോടും പ്രാർത്ഥിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു. ഒരു വരി പറയട്ടെ, നമ്മുടെ പഴവങ്ങാടി ഗണപതി കോവിലിലെ ഗണപതിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് പറയണേ. ഞാൻ അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചിട്ടില്ല, ഭയങ്കര ശക്തിയാണ്. ഞാൻ ചോദിക്കണമെങ്കിൽ തന്നെ കോവളത്ത് സമുദ്ര ഹോട്ടലിൻ്റെ അടുത്ത് ഒരു മുക്കുവന്മാരുടെ ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. മുക്കുവന്മാരുടെ അമ്പലമാണ്. എനിക്ക് എന്തെങ്കിലും കൂടിയേ തീരൂ എങ്കിൽ ഞാൻ ഒരു 10-5-6 കൊല്ലത്തിൽ ഒരിക്കൽ പറയും, ഒന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചേക്കണം, അവിടെ വന്ന് കണ്ട് സമർപ്പിച്ചോളാം. ആ മുക്കുവരുടെ അമ്പലം മാത്രം, ആ ഹോട്ടൽ സമുദ്ര എന്ന് ആർക്കും അറിയാത്തൊരു അമ്പലമാണ് തനി മുക്കുവന്മാർ. ഇപ്പം കുറേയധികം നന്നാക്കിയിട്ടുണ്ട്. അവിടെ മാത്രം പോയിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾക്കൊരു വണ്ടിയുണ്ട്, വണ്ടിയിൽ 5 ലിറ്റർ ഡീസലോ പെട്രോളോ ഒഴിച്ചിട്ട് മഹാഗണപതിയെ 11 നാളികേരം ഉടച്ചിട്ടുണ്ട്, എൻ്റെ വണ്ടി ഒരു പ്രോബ്ലം ഇല്ലാതെ എറണാകുളം വരെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവോ? എറണാകുളം വരെ പോകണമെന്ന് പറഞ്ഞാൽ പോവോ? 5 ലിറ്റർ ഡീസലാ ഒഴിച്ചേക്കണേ, പോവില്ല. എന്താ കാരണം? നിങ്ങൾ ഏത് ദൈവത്തിനെ വിളിച്ചാലും 5 ലിറ്റർ കൊണ്ട് എറണാകുളം വരെ പോവില്ല. പിന്നെ എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം വേറെ. അപ്പം നമുക്ക് അർഹിച്ചത് നമ്മൾ ചോദിക്കാം. അർഹിക്കാത്തത് ചോദിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ്.
പഠിച്ചിട്ടേ ഇല്ല, എന്നിട്ട് എനിക്ക് 10 റാങ്കിന്റെ ഉള്ളിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കിട്ടുക? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. അർജുനന്റെ വരി നോക്കാം. നിന്റെ കൂട്ടത്തിൽ നടന്നവരാണ്, നീ പറഞ്ഞത് മുഴുവനും കേട്ടവനാണ്, നിന്റെ ബന്ധുവാണ്, നിന്റെ എല്ലാമാണ്, നീ എൻ്റെ സാരഥിയുമാണ്. എന്നാലും എനിക്ക് ചോദിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്നു, തരാൻ എനിക്ക് യോഗ്യതയോ, നിന്നിൽ നിന്ന് എനിക്കത് സ്വീകരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് എനിക്ക് തരിക. ഇതാണ് യഥാർത്ഥത്തിൽ ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ. APJ അബ്ദുൽ കലാമിനും ഇത് തന്നെയാണ് ചെയ്തത്. നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. അർഹിച്ചത് 10 ഗ്രാമും ചോദിക്കുന്നത് 100 ഗ്രാമും ആണെങ്കിൽ കിട്ടില്ല. അർഹിച്ചത് 10 ഗ്രാം, ചോദിച്ചത് 100 ഗ്രാം കിട്ടില്ല. അർത്ഥം മനസ്സിലായല്ലോ? ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അടുത്തത് 4ാമത് 5ാമത്തേത്. ഇനി ഭഗവാൻ പറയാണ്, ഇവിടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാണ്. ഓരോ ഹിന്ദുവും ഇല്ലെങ്കിൽ ഹിന്ദു മനസ്സുള്ളവര്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗരുഡ പുരാണം? എന്താ ഈ ഗരുഡ പുരാണം? ഗരുഡൻ മഹാവിഷ്ണുവിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് മഹാവിഷ്ണു ഗരുഡനോട് ഉത്തരം പറയാണ്. അതാണ് ഗരുഡ പുരാണം. നമ്മളുടെ ദൃഷ്ടിയിൽ ഗരുഡന് ചോദ്യം ചോദിക്കാനും പറ്റും, ഉത്തരം എടുക്കാനും സാധിക്കും, വീണ്ടും വീണ്ടും ചോദിക്കാനും സാധിക്കും. എന്താ മത്സ്യപുരാണം? മത്സ്യാവതാരത്തിന്റെ പുരാണമല്ല മത്സ്യപുരാണം. മത്സ്യ അവതാരമായ മഹാവിഷ്ണുവിനോട് മറ്റു മഹർഷിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മത്സ്യാവതാര മൂർത്തി മറുപടി കൊടുക്കുന്നതാണ് മത്സ്യപുരാണം. വായു ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വായു ഭഗവാൻ കൊടുക്കുന്ന ഉത്തരമാണ് വായുപുരാണം. അല്ലാണ്ട് വായുവിന്റെ പുരാണമല്ലാതെ ബ്രഹ്മപുരാണം ബ്രഹ്മാവ് കൊടുക്കുന്ന ഉത്തരങ്ങളാണ് ബ്രഹ്മപുരാണത്തിലുള്ളത്. അർത്ഥം മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് മഹാവിഷ്ണു വ്യത്യസ്ത അവതാര രൂപങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മത്സ്യാവതാര കൂർമ്മപുരാണം എന്തായിരിക്കാം? അപ്പോ കൂർമാവതാര മൂർത്തി കൊടുക്കുന്ന മറുപടിയാണ്. അപ്പം മഹാവിഷ്ണു കൂർമാവതാരത്തിൽ, മഹാവിഷ്ണു മത്സ്യാവതാരത്തില്, മഹാവിഷ്ണു വരാഹ അവതാരത്തില്, മഹാവിഷ്ണു വാമന അവതാരത്തില് ഇങ്ങനെ കൊടുക്കുന്ന ഉത്തരങ്ങളാണ്. ഇത് ഒരു പോയിന്റ്. ഇനി 2ാമത്തെ ഒരു പോയിന്റ് പറയാം. 16ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിലെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന കെമിസ്ട്രി പുസ്തകങ്ങളുണ്ട്. കെമിസ്ട്രി പുസ്തകങ്ങൾ, രസാർണവം, രസചന്ദ്ര, രസാർണവ കൽപ്പം, രസചൂടാമണി, രസേന്ദ്ര സാര സർവസ്വം, രസചന്ദ്രിക, രസേന്ദ്രചന്ദ്രിക, രസസാര സർവസ്വം, അങ്ങനെ രസ എന്ന വാക്ക് വരുന്ന രസരത്ന സമുച്ചയം, അത് 3-4 പുസ്തകങ്ങളുണ്ട് നാഗാർജുനൻ എഴുതിയത് കൂടാതെ. ഈ പുസ്തകത്തിൽ കുറേ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും SFI പൂർണ്ണമായിട്ടും ഭരിക്കുന്ന കേരളത്തിലെ തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിനകത്ത് ഒരു മനുഷ്യനും തൊടാതെ അതിനകത്ത് നിറക്കുന്നുണ്ട്. അത് തൊട്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല. സംസ്കൃതമാണ്, വളരെ പഴയതാണ്, 100-120 വർഷത്തേക്ക് പഴക്കമുള്ള പുസ്തകങ്ങൾ, കെമിസ്ട്രി പുസ്തകങ്ങളാണ്. അതിലെ പലതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിൽ 16ാം നൂറ്റാണ്ട്, 15ാം നൂറ്റാണ്ട്, 14ാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ ചർച്ച എങ്ങനെയാണെന്നറിയാമോ? കെമിസ്ട്രിയെ കുറിച്ച് പാർവതി ദേവി പരമേശ്വരനോട് ചോദിക്കുന്നതായിട്ടാണ്. സിങ്ക് നാഗത്തെ കുറിച്ച് പാർവതി ചോദിക്കുകയാണ്. എന്നിട്ട് സിങ്കും ചെമ്പും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ആ പിച്ചളയെ കുറിച്ച് പാർവതി ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ പാർവതി എന്ന് പറയുന്ന ഒരു പ്രതിഭാസ ഇല്ല, ശിവൻ എന്ന് പറയുക സങ്കല്പമാണ്. അപ്പോൾ ഒരു വലിയ ഡീറ്റെയില് നമ്മളുടെ മുമ്പിലേക്ക് തരാൻ ദേവീ ദേവന്മാർ തമ്മിലുള്ള ചർച്ച അല്ലെങ്കിൽ അവതാരങ്ങൾ തമ്മിലുള്ള ചർച്ച വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഒരു ഗരുഡൻ സംസാരിക്കുന്നതായാലും അതല്ലെങ്കിൽ വായു ഭഗവാൻ, അഗ്നിപുരാണത്തിൽ അഗ്നി ഭഗവാൻ സംസാരിക്കുന്നതായിട്ടും ലിംഗപുരാണത്തിൽ ലിംഗരൂപിയായിട്ടുള്ള ശിവൻ സംസാരിക്കുന്നതായിട്ടും എല്ലാം ചിന്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. വ്യക്തമായിട്ട് ഒരു പക്ഷേ ഞാൻ പറയുന്നത് വരെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇനി ഞാൻ 3ാമത്തെ ഒരു പോയിന്റിലേക്ക് പറയാണ്. 3ാമത്തെ ഒരു പോയിന്റ്, അത് കഴിഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇട്ട ആറ്റം ബോംബ് നിങ്ങൾക്കറിയാം. ക്രിട്ടിക്കൽ ലെവൽ 1.414 കിലോഗ്രാം ആണ് ക്രിട്ടിക്കൽ ബോംബ്. അതിനേക്കാളും കൂടുതൽ വെയിറ്റ് വരുമ്പോഴാണ് ആറ്റം ബോംബ് പൊട്ടുന്നത്. അത് ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു. അത് ശരിക്കും പറഞ്ഞാൽ യുറേനിയത്തിന്റെ പരമാണുവാണ് പൊട്ടിയിട്ട് ബിസ്മത്തും ലഡുവായി മാറുന്നത്. അപ്പോൾ ആ
1.5 കിലോ യുറേനിയം ഉണ്ടെങ്കിൽ അത് പൊട്ടി എനർജിയായി മാറിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ബിസ്മത്തും ലെഡും എത്രയുണ്ടെന്ന് നോക്കിയാൽ 1.5 കിലോ യുറേനിയം ഉണ്ടെങ്കിൽ ആറ്റം ബോംബ് പൊട്ടിയിട്ട് അവശേഷിക്കുന്ന ബിസ്മത്തും ലെഡും എത്രയുണ്ടെന്ന് നോക്കിയാൽ 1 കിലോഗ്രാം 498.5 ഗ്രാം ബിസ്മത്തും ലഡ്ഡു ഉണ്ടാവും. അപ്പൊ അത്രയും വലിയ കത്തല് ആ ആറ്റം ബോംബിന്റെ ശബ്ദവും പ്രകാശവും ചൂടും ഉണ്ടായത് 1.5 ഗ്രാം യുറേനിയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ 2 ഗ്രാം യുറേനിയത്തിൽ നിന്നാണ്. ആ ആറ്റം ബോംബിന്റെ ആ ചൈതന്യം 1.5 അല്ലെങ്കിൽ 2 ഗ്രാം യുറേനിയത്തിൽ നിന്നാണ്. ബാക്കി മെറ്റീരിയൽ അവിടെ അവശേഷിക്കുന്നുണ്ട്, അത് ഉരുകിപ്പോയിട്ടുണ്ടാവും, പക്ഷെ അവശേഷിക്കുന്നുണ്ട്. ഇനി ആ ആറ്റത്തിനോട് നിങ്ങൾ ചോദിക്കുകയാണെന്ന് പറയാം, നിന്റെ മഹത്വത്തെ കുറിച്ചൊന്ന് പറയുകയാണെന്ന് വിചാരിക്കാം. ആ 1.5-2 ഗ്രാം കൊണ്ട് നാഗസാക്കിയെയും ഹിരോഷിമയെയും കത്തി ജ്വലിപ്പിച്ച് ചാമ്പലാക്കിയ ആ ആറ്റം ബോംബിലെ ആറ്റത്തിനോട് നിങ്ങൾ സംസാരിക്കാം, നിന്റെ വിശ്വരൂപം എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറയുകയാണെന്ന് വിചാരിക്കാം. എന്തായിരിക്കും ആ ആറ്റം നിങ്ങളോട് പറയാം? ഏകദേശം നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പ്രകാശത്തെക്കുറിച്ച് അത് പറയും, അതിൻ്റെ താപത്തെക്കുറിച്ച് അത് പറയും, അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയും, അതിലുണ്ടായ ഇലക്ട്രിസിറ്റി, അതാണല്ലോ ആറ്റമിക് റിയാക്ടറുടെ ഇലക്ട്രിസിറ്റി, അതിനെക്കുറിച്ചെല്ലാം അത് നിങ്ങളോട് പറയും. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ. പക്ഷെ നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട് ഈ ചെവി കൊണ്ട് അത് കേൾക്കാനും സാധിക്കില്ല, കാണാനും സാധിക്കില്ല. അർത്ഥം മനസ്സിലായോ? ഈ കണ്ണുകൊണ്ട് ആറ്റം ബോംബ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കില്ല, ഈ ചെവി കൊണ്ട് കേൾക്കാനും സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ടാ പറ്റുക? അകക്കണ്ണുകൊണ്ടും അകത്തുള്ള ചെവി കൊണ്ടും പറ്റുള്ളൂ. അർത്ഥം മനസ്സിലായല്ലോ? ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പറയാം. പശ്യം ഭഗവാൻ വാച, ശ്രീകൃഷ്ണൻ പറയാണ്, പശ്യമേ പാർത്ഥ, ഇനി നീ എന്നെ കാണുക. ആറ്റം ബോംബ് പറയാണ്, നീ എന്നെ കാണുക. ആറ്റം ബോംബ് പറയുന്നു, നീ എന്നെ കാണൂ. പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശഃ, 100 കണക്കിന് 1000 രൂപങ്ങൾ ചേർന്ന അത് നീ ഇതാ എന്നിൽ കാണുക. കൃഷ്ണൻ പറയാണ്. അത് ആരാ കൃഷ്ണൻ? വിശ്വരൂപം. ആ വിശ്വരൂപമാണ് ആറ്റം ബോംബ് കാണിച്ചത്, അതിൻ്റെ വിശ്വരൂപമാണ് ആറ്റം ബോംബ് കാണിച്ചത്. അപ്പോ അങ്ങനെയുള്ള വിശ്വരൂപം നിങ്ങളോട് സംസാരിക്കുന്നു. എങ്ങനെയാണോ അഗ്നിപുരാണത്തിൽ അഗ്നി നിങ്ങളോട് സംസാരിക്കുന്നത്, ഗരുഡപുരാണത്തിൽ ഗരുഡൻ നിങ്ങളോട് സംസാരിക്കുന്നത്, വായുപുരാണത്തിൽ വായു നിങ്ങളോട് സംസാരിക്കുന്നത്, കൂർമ്മപുരാണത്തിൽ കൂർമ്മം സംസാരിക്കുന്നത്, അതുപോലെ ഈ വിശ്വം നിറഞ്ഞിരിക്കുന്ന മഹാപ്രപഞ്ചം എന്നോട് നിങ്ങളോട് സംസാരിക്കുകയാണ് അർജുനനിലൂടെ. അർത്ഥം മനസ്സിലായല്ലോ? കുറച്ചെങ്കിലും മനസ്സിലായി വിചാരിക്കുന്നു. പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി. ഡിവൈൻ 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 ഡിവൈൻ, ദൈവീകമായ നാനാവിധത്തിലുള്ള നാനാവർണാകൃതി നിച്ച, അനവധി വർണ്ണങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന. നിങ്ങൾ ഇന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇന്റർനെറ്റിൽ പോയിട്ട് മിൽക്കി വേ ഗാലക്സി എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ഹബിൾ ദ പിക്ചേഴ്സ് ഓഫ് ഹബിൾ ടെലസ്കോപ്പ് എന്ന് കൊടുക്കാം. അപ്പൊ ഈ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച, ഈ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് കാണാം, ഇന്റർനെറ്റിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണാം. വ്യത്യസ്ത ആകൃതിയിലൂടെ ഗാലക്സികൾ ഫ്യൂസ് ചെയ്യുന്നതും സ്പ്ലിറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗാലക്സികൾ ഫ്യൂസ് ചെയ്യുന്നതും, ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ വ്യത്യസ്ത കളറിലുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃഷ്ണൻ, ഇവിടെ 3 പേരാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത്. ഒന്ന് കൃഷ്ണൻ തന്നെത്താനെ പറയുന്നുണ്ട്, 2 അർജുനൻ കൃഷ്ണന്റെ വിശ്വരൂപത്തെ കുറിച്ച് പറയുന്നുണ്ട്, 3 ധൃതരാഷ്ട്രരോട് സഞ്ജയൻ വിവരിക്കുന്നുണ്ട് കൃഷ്ണന്റെ ദിവ്യരൂപത്തെ കുറിച്ച്. ഒരേ കാര്യത്തെക്കുറിച്ച് 3 പേരാ സംസാരിക്കുന്നത്, ഒരേ രീതിയിൽ ഏകദേശം. അതുകൊണ്ട് ആദ്യത്തെ വിവരണം കൃഷ്ണൻ തന്നെ കൊടുക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട്. പശ്യമേ രൂപ പശ്യമേ പാർത്ഥ, ഹേ പാർത്ഥ മേ പശ്യ ശതശോധ സഹസ്രശഃ രൂപാണി, 100 കണക്കിന് 1000 രൂപങ്ങൾ കാണുക. നാനാവിധങ്ങളായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടിയ ആകൃതികൾ നീ കാണുക. 11-ാം അധ്യായത്തിലെ 6-ാമത്തെ വരി, പശ്യ ആദിത്യാൻ. ഒരു ഗാലക്സിക്കകത്ത് 1000 സോളാർ സിസ്റ്റം ഉള്ളത്. ഒരു ഗാലക്സിക്കകത്ത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം. അതിലും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം എന്ന് വെച്ചാൽ സൂര്യനുണ്ട്,
അതുകൊണ്ട് പശ്യ ആദിത്യാൻ, ആയിരക്കണക്കിന് സൂര്യന്മാരെ, വസൂൻ വസുക്കളെ, രുദ്രാൻ രുദ്രന്മാരെ, അശ്വിനൗ എന്താ അശ്വിനി ദേവത, ഹിതാഹാരം മിതായാസം, മിതായാസം ഹിതാഹാരം, അതാണ് അശ്വിനി ദേവത. ദേവവൈദ്യന്മാര് വേറൊരു ദിവസം അതിനെക്കുറിച്ച് വിവരിക്കാം. ഇപ്പൊ നമുക്ക് വിഷയം വിട്ടുപോകണ്ട. അശ്വിനി ദേവത എന്താണെന്ന് പിന്നീട് പറയാം. രുദ്രാൻ അശ്വിനൗ മരുതസ്തത, അനവധി വിൻഡ് ഫ്ലോ, പല തരത്തിലുള്ള വായുപ്രവാഹങ്ങള്, ബഹൂനി അദൃഷ്ടപൂർവാണി, സാധാരണക്കാർക്ക് ആർക്കും കാണാൻ പറ്റാത്ത ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത, അത്യാശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങള്, ഭാവരാഗ താളമുള്ളവനെ ഭാരത, ഭാവരാഗ താളമുള്ളവനെ കാണുക, നീ കാണുക. കൃഷ്ണൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്രല്ല അടുത്തത് ഏഴാമത്തെ, ഇഹ ഏകസ്ഥം, ഇവിടെ നിന്നുകൊണ്ട്, ഇഹ ഏക ഇവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, സ്ഥം നിന്നുകൊണ്ട്, സ്റ്റാൻഡിങ്, ജഗത് കൃഷ്ണം ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ടും, പശ്യ ആദ്യ സചരാചരം, നീ ഇവിടെ നിന്നുകൊണ്ട് എന്നെ നോക്ക, ഈ പ്രപഞ്ചത്തെ മുഴുവനും, പശ്യ ആദ്യ ആ പൂർണ്ണമായിട്ടുള്ള പ്രപഞ്ചത്തെ ഒരൊറ്റ യൂണിറ്റിനകത്ത്, അല്ലയോ അർജുന പശ്യ സചരാചരം, അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും പാരാഫർണീലിയയും എല്ലാം കൂടി ചേർത്ത് നിന്റെ മുമ്പിൽ ഞാൻ ഇതാ നിന്ന് തരുന്നു, നിനക്കെന്നെ കാണാം. വിശ്വരൂപം, ശാന്താകാരം, ഭുജഗശയനം, പത്മനാഭം എന്ന് പറഞ്ഞ വേറൊരെണ്ണം ഉണ്ടല്ലോ, ഇത് വേറെ രീതിയിലാണ്. സചരാചരം മമദേഹേ, എൻ്റെ ദേഹത്തില്. ഈ മമ ആരാണ്? പ്രപഞ്ച പുരുഷ ചൈതന്യം. ഞാൻ ആറ്റം ബോംബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആറ്റം പറയാണ് നീ എന്നിൽ കാണൂ പ്രകാശത്തെ. ആറ്റം പറയാണ് എന്നിൽ കാണൂ ആ ചൂടിനെ, നീ എന്നിൽ കാണൂ ആ ശബ്ദത്തെ എന്ന് പറയാണ്. ആറ്റം പറയാണ്. അതുപോലെ ഈ പ്രപഞ്ചം പറയാണ്. പ്രപഞ്ചം ഇങ്ങനെ, ഇത് ഉപനിഷത്തിന്റെ ഭാഗമാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, അതുപോലെ ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആ ചൈതന്യമുണ്ടല്ലോ, അതിലെ അണു നിങ്ങളോട് സംസാരിച്ചതാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് പൊട്ടിയ സമയത്തുള്ളത്. പ്രപഞ്ചം ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തില് ആ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുകയാണ്. പിന്നെ ജീവാത്മാവുള്ള സർവചരാചരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മാതിരി തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി എക്സാമ്പിൾ വേണ്ട. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന ഭഗവത്ഗീതയിലൂടെയും, അണുവിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവായിട്ടുള്ള ആറ്റം നിങ്ങളോട് സംസാരിച്ചത് നാഗസാക്കിയിലും ഹിരോഷിമയിലും സംഭവിച്ചതിലൂടെയും. പിന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇഹ ഏകസ്ഥം, ഇവിടെ തന്നെ ജഗത് കൃഷ്ണം പശ്യ ആദ്യ സചരാചരം, എല്ലാ പാരാമീറ്റേഴ്സും കൂടി ചേർത്ത് ചരാചരങ്ങളോടുകൂടി നിലനിൽക്കുന്ന എന്നെ നീ കാണുക. മമദേഹേ, എൻ്റെ ഈ ശരീരത്തില്, പ്രപഞ്ച ചൈതന്യത്തിൽ. ഗുഡാകേശ അർജുന യച്ഛാന്യ ദൃഷ്ടുമിച്ഛസി, യച്ഛാന്യ ദൃഷ്ടുമിച്ഛസി, നീ എന്താണോ കാണാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അവർ കാണാൻ ആഗ്രഹിക്കില്ല. കാരണം അവർക്ക് ഈ പരിപാടി അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ആഗ്രഹിക്കുന്ന പ്രശ്നമില്ലല്ലോ. അറിയാത്ത ഒന്ന്, അമേരിക്കയില് മഞ്ഞ നിറത്തിലുള്ള വലിയ ലീച്ച് എന്നൊരു പഴമുണ്ട്. അത് തിന്നണമെന്ന് തോന്നണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ട, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല, അത് കാരണം തിന്നണ്ട. കാരണം അങ്ങനെ ഒരു പഴം ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. മഞ്ഞ ഇത്ര വലിയൊരു പഴം, ലീച്ച് എന്നൊരു പേരും ഇല്ല, അങ്ങനെ മഞ്ഞയില്ല, അങ്ങനെ ഒരു പഴവും ഇല്ല. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ തിന്നണമെന്ന് തോന്നില്ല, കേൾക്കാത്ത ഒന്നിനെ കാണണമെന്ന് തോന്നുന്നു. കേൾക്കാത്ത ഒന്നിനെ കുറിച്ച് കാണണമെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നില്ല. നിനക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞത് കേട്ടിട്ടാ. അപ്പൊ അകത്ത് ഇച്ഛാശക്തി ഉണ്ടായി, കുറെ ജ്ഞാനശക്തി തലച്ചോറിനും ഉണ്ടായി. അപ്പൊ പിന്നെ കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിനകത്ത് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇഹ ഏകസ്ഥം, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ജഗത് കൃഷ്ണം ഈ പ്രപഞ്ചം മുഴുവനും പശ്യ ആദ്യ സചരാചരം,
സർവചരാചരത്തോടുകൂടി നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ കാണുക. മമദേഹേ ഗുഡാകേശ, അല്ലയോ അർജുന, എൻ്റെ പ്രപഞ്ച ശരീരത്തില് ചാന്യ ദൃഷ്ടുമിച്ഛസി ത്വമിച്ഛസി, നീ കാണാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നോക്കുക. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഇവിടെയാണ് ഹബിൾ ടെലസ്കോപ്പ്. ആ കൃഷ്ണന്റെ യുക്തി നോക്കുക. കൃഷ്ണന്റെ യുക്തി, കൃഷ്ണൻ സയന്റിഫിക്കലി ലോജിക്കലി റാഷണലിയാണ്. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആര് ഈ വിവരണം കേട്ട് എന്തും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ അർജുനൻ അവിടെ നിന്നുകൊണ്ട് അർജുനന്റെ കണ്ണുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം കാണാമായിരുന്നു എങ്കിൽ, ഒന്നുകൂടി ഞാൻ പറയണോ, ആ അർജുനൻ രഥത്തിൽ ഇങ്ങനെ തളർന്നിരിക്കുന്ന അർജുനന്റെ നെയ്ക്കഡ് ആ കണ്ണുകൊണ്ട് ഈ കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാധിക്കുമായിരുന്നു എങ്കിൽ 11 അക്ഷൗഹിണി പടകളുള്ള കൗരവ സൈന്യത്തിലെ ഓരോരുത്തർക്കും 7 അക്ഷൗഹിണി പടകളുള്ള പാണ്ഡവരുടെ സൈന്യത്തിലെ ഓരോരുത്തർക്കും ഈ വിശ്വരൂപം കാണാൻ സാധിക്കും. അർജുനന് കാണാൻ സാധിക്കുമെങ്കിൽ, ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ളവർക്കും അതേപോലെയുള്ള കണ്ണല്ലേ? ഓഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് പോയി നോക്കിയാൽ അറിയാം, അർജുനന്റെ കണ്ണും ബാക്കിയുള്ളവരുടെ കണ്ണും ഒരേപോലെ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അർജുനന് മാത്രം ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. അവിടെയാണ് ഏത് കാര്യത്തിലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ, എന്നെ അർജുന നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നിന്റെ ഈ കണ്ണുകൊണ്ട്, നെയ്ക്കഡ് ഐ കൊണ്ട്, ഈ പുറത്തുള്ള കണ്ണുകൊണ്ട് നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല. നിനക്കെന്നല്ല, ലോകത്തിലെ ആർക്കും എന്നെ കാണാൻ സാധ്യമല്ല. ദേവകിക്കും സാധ്യമല്ല, വസുദേവർക്കും സാധ്യമല്ല, അക്രൂരനും സാധ്യമല്ല, ഗോപികമാർക്കും സാധ്യമല്ല, കുചേലനും സാധ്യമല്ല, പിണറായി വിജയന് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബാക്കി ആർക്കും കാണാൻ സാധ്യമല്ല. ദിവ്യം ദദാമി തേ ചക്ഷു. അതുകൊണ്ട് ആ വിളക്ക് കാണുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ചോദിച്ചത്? ഉള്ളിൽ നിന്നാണെങ്കിൽ ഈ മഹാഭാവത്തിന്റെ മുഴുവനും കഴിഞ്ഞിട്ട് അവസാനം ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി അല്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങേർക്ക് ചിലപ്പോൾ ഒരു ജ്ഞാനചക്ഷുസ് ഒരു ഗതിയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ മോചനത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ. ഇവിടെ അർജുനൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കാണണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അത്ര മതി അർജുനന്റെ കാര്യത്തിൽ. ദിവ്യം ദദാമി തേ ചക്ഷു, നിനക്ക് മാത്രം എന്നെ കാണണമെങ്കിൽ. എൻ്റെ ഭക്തനാണ് ഭീഷ്മര്, ദ്രോണര്, കൃപാചാര്യര്, എത്രയോ പേര് എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല, അവരുടെ വേവ് ലെങ്ത് ഒക്കെ താഴെയാണ്. അതുകൊണ്ട് നിനക്ക് എന്നെ കാണാൻ അകക്കണ്ണ് തുറന്നുകൊണ്ടുള്ള ഒരു ഹബിൾ ടെലസ്കോപ്പിന്റെ ദിവ്യ ചക്ഷുസ് ഞാൻ തരാം അർജുന. നീ ചോദിച്ചിട്ടില്ല, നീ കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കാണിച്ചു തരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് യോഗ്യതയുണ്ട്. അതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ച അകക്കണ്ണുകൊണ്ട് കാണാൻ നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ, എന്നെ കാണുക. യോഗമൈശ്വര്യം, യോഗമൈശ്വര്യം സകലത്തും സകലത്തും സകലതും ഒരൊറ്റ ശരീരത്തിൽ യോഗം ചെയ്തിരിക്കുന്ന ഐശ്വര്യപൂർണമായ ആ കാഴ്ച നിനക്ക് കാണാനായിട്ട് നിനക്ക് ദിവ്യ ചക്ഷുസ് തരാം അർജുന എന്ന് കൃഷ്ണൻ അർജുനനോട് പറയാണ്. എന്നെങ്കിലും എന്നോട് പറയുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ട മാതിരിയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി സഞ്ജയ വാച. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് ആരാണ്? ഇത്രയും നേരം സംസാരിച്ചത് കൃഷ്ണൻ. ഇനി സംസാരിക്കാൻ പോണ ആരാണ്? ധൃതരാഷ്ട്രർ. കണ്ണു കാണാൻ പറ്റാത്ത പാർട്ടിയുടെ അടുത്ത് നേരെ സഞ്ജയൻ വിവരിക്കുകയാണ്. ആരെക്കുറിച്ച്? ഈ കൃഷ്ണനെ കുറിച്ച് തന്നെ വിവരിക്കുന്നു. ഏവമുക്ത്വ, ഇങ്ങനെ കൃഷ്ണൻ അർജുനനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഏവം പ്ലസുക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്, തതോ രാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, മഹായോഗേശ്വരോ ഹരി, മഹായോഗേശ്വരനായിട്ടുള്ള ഹരി ശ്രീകൃഷ്ണൻ, മഹായോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ദർശയാമാസ, കാണിച്ചു. ആർക്ക്? അർജുനന്. ദർശയാമാസ പാർത്ഥായ, അർജുനന് വേണ്ടിയിട്ട് പരമം രൂപം ഐശ്വര്യം, ഐശ്വര്യപൂർണമായ ആ രൂപത്തെ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനന് ശ്രീകൃഷ്ണൻ തൻ്റെ ഐശ്വര്യപൂർണമായ ആ രൂപം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാണിച്ചു.
ദിവ്യമായ ചക്ഷുസ്സും അർജുനന് കൊടുത്തു. അതുകൊണ്ട് അർജുനന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തിനാ അർജുനനെ ഈ ദിവ്യ രൂപം കാണിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയോ? കൃത്യമായിട്ട് ഞാൻ പറയാം. 3 സ്ഥലത്താണ് കൃഷ്ണൻ ശരിക്ക് ഈ വിശ്വരൂപം കാണിച്ചത്. ഒന്ന്, ദുര്യോധനൻ ശ്രീകൃഷ്ണനെ കയറുകൊണ്ട് കെട്ടാൻ ദൂതിന് വരുന്ന സമയത്ത് ഒന്ന് വിശ്വരൂപം കാണിച്ചു. എന്തിനറിയാമോ? അല്ലയോ ദുര്യോധന, നിന്റെ ധാർഷ്ട്യവും നിന്റെ വാശിയും നിന്റെ അഹങ്കാരവും കേരളത്തിലെ ഭരണാധികാരികളെ പോലെയുള്ള നിന്റെ പ്രവർത്തനവും നിന്റെ വാക്കുകളും, അതുകൊണ്ടൊന്നും നിനക്ക് എന്നെ കീഴടക്കാൻ പറ്റില്ല ദുര്യോധന. അങ്ങനെയൊന്നും നിനക്ക് എന്നെ കീഴടക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ദൂതിന് കോംപ്രമൈസായിട്ട് ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു പാർട്ടിയാണെന്ന് നീ ധരിക്കല്ലേ, നിനക്ക് എന്നെ കീഴടക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് വിശ്വരൂപം കാണിച്ചത്. പിന്നെ ഒരു സ്ഥലത്ത് വിശ്വരൂപം കാണിച്ചു. ഭീഷ്മർക്ക് അന്ത്യനാളിലൊന്ന് വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അടിച്ച് തെറിപ്പിച്ച് ശരശയ്യയിൽ കിടക്കണ പാർട്ടിയാ അതേ. കൃഷ്ണനാണ് അടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞത്. എനിക്ക് ആരോടും ശത്രുത്വം ഇല്ല, എപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് ഭീഷ്മരെ ബോധ്യപ്പെടുത്താനാണ്, ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അവിടെ വിശ്വരൂപം കാണിച്ചത്. വെറുതെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ വരാൻ തയ്യാറാണ്, പൂർണ്ണ രൂപത്തോടുകൂടി വരാൻ തയ്യാറാണ്. അത് 2. 3, അർജുനന്റെ മുമ്പിൽ കുരുക്ഷേത്ര ഭൂമിയിൽ വിശ്വരൂപം കാണിച്ചു. എന്തിനാത്? ഞാൻ നിന്നോട് പറയുന്നത് പ്രപഞ്ച നിയമമാണ് അർജുന എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്നെ പൂജിക്കാനല്ല, എന്നെ മഹത്വവൽക്കരിക്കാനുമല്ല, എന്നെ നീ ആരാധിക്കാനുമല്ല. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് നിയമമുണ്ട്. ആ പ്രപഞ്ച പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ആധാരമായ ആ നിയമമാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് പറഞ്ഞത്, ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് അവിടെ വിശ്വരൂപം കാണിച്ചത്. അപ്പൊ ദുര്യോധനന്റെ അടുത്ത് നിനക്ക് എന്നെ കീഴടക്കാൻ സാധിക്കില്ലെന്നും, ഭീഷ്മരുടെ അടുത്ത് അങ്ങ് വിളിച്ചാൽ അങ്ങയുടെ മുമ്പിൽ ഞാൻ വിശ്വരൂപത്തോടു കൂടി എത്തുമെന്നും, ആരെന്നെ പ്രാപിച്ചാലും വിളിച്ചാൽ എത്തുമെന്നും ആ ഭീഷ്മരോടും അതുപോലെ അർജുനനോട് ഞാൻ പറയുന്നത് പ്രകൃതി പ്രപഞ്ച നിയമമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അത് പറഞ്ഞത്. അർത്ഥം മനസ്സിലായല്ലോ? വിശ്വരൂപം കാണിച്ചത്. അപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ദർശയാമാസ പാർത്ഥായ ദർശയാമാസ, പാർത്ഥനായിക്കൊണ്ട് കാണിച്ചു പരമം രൂപമൈശ്വര്യം. 11-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. അനേക വക്ത്രം, അനവധി ശരീരമുണ്ട്. എനിക്ക് ചിലപ്പോ ഒക്കെ തോന്നുന്ന ഭാഗ്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ആ ജയലക്ഷ്മി തലശ്ശേരിയില്, കോഴിക്കോട് ജയലക്ഷ്മി തലശ്ശേരി, അവരെനിക്ക് ഒരു വിശ്വരൂപത്തിൻ്റെ ഒരു നല്ല ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. മരം കൊണ്ട് 11 അടി പൊക്കത്തിലുള്ള ഒരു വിശ്വരൂപം. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ വീട്ടിൽ വെക്കാനാണ്. 2 വർഷം കൊണ്ട് 9 വ്യക്തികൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 വർഷം എന്ന് വെച്ചാൽ 365 × 2 എത്രയായി നോക്കുക. 600 ദിവസം എന്ന് വെക്കാം, ഹോളിഡേ കഴിഞ്ഞിട്ട്. 600 × 9 വ്യക്തികൾ 9 6 54 540 5400 വ്യക്തികൾ നടത്തുന്നത്. അപ്പോൾ ശരിക്കും 5400 വർക്കിംഗ് ഡേ, മാൻ അവറല്ല, മാൻ ഡേയ്സ് കൊണ്ടാണ് 11 അടി പൊക്കമുള്ള വിശ്വരൂപത്തെ ഉണ്ടാക്കുന്നതായിട്ട് അവർ വിവരിക്കുന്നുണ്ട്. സാധാരണക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് ഞാൻ ഈ വിശ്വരൂപം നിങ്ങളുടെ അടുത്ത് 11-ാം അധ്യായത്തിലെ 10-ാമത്തെ വരി പറയുകയും അവര് അത് ഉണ്ടാക്കുന്നത് കാണാൻ 1 മണിക്കൂർ മുമ്പ് 1.5 മണിക്കൂർ മുമ്പ് ഒരാൾ അതെനിക്ക് അയച്ചു തരികയും ഞാനത് മുഴുവനും കാണുകയും ചെയ്തപ്പോഴത്തേക്കും ഇതിനെന്താ പറയാ, കോയിൻസിഡൻസ് എന്നോ എന്തോ അറിഞ്ഞൂടാ. ചെറിയ കാര്യമായിരിക്കിൽ പോലും ഇന്നതെനിക്ക് അയച്ചു തരാൻ അവർ ധാരാളം കാര്യങ്ങൾ ജയലക്ഷ്മി എനിക്ക് അയച്ചു തരാറുണ്ട്. ഇങ്ങനെ ഒരെണ്ണം അയച്ചു തന്നിരിക്കുന്നത് സത്യത്തിൽ വളരെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അത് മോഹൻലാലിന് വേണ്ടിയിട്ടാണ്. ആ മോഹൻലാലിന്റെ വീടുകളിൽ വെക്കാൻ അതുപോലെ ഒരെണ്ണം ലോകത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വിശ്വരൂപമാണ്. ഒരു ഭംഗിയാ കാണാനറിയാമോ? അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കേ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് പറ്റില്ല. ഇനി തിരിച്ച് വിഷയത്തിലേക്ക് വരാം. 10-ാമത്തെ ശ്ലോകം. അനേക വക്ത്ര നയനം, അനേക ശരീരങ്ങൾ ചേർന്നിട്ടാണത്, അനേക നയനങ്ങൾ ചേർന്നിട്ടുണ്ട്, അനേകാത്ഭുത ദർശനം. അതിൻ്റെ ഓരോ പാർട്ടും അത്ഭുതകരമായ ദർശനത്തിന് വിധേയമാകുന്നതാണ്.
കണ്ടാൽ അത്ഭുതം, അത്യത്ഭുതകരമായിട്ടുള്ള ദർശനത്തിന് കാരണം. അനേക ദിവ്യ ആഭരണം, അർത്ഥം മനസ്സിലായല്ലോ? അനേകമായ ദിവ്യം, പ്രപഞ്ചത്തിന്റെ ആ ദിവ്യമായിട്ടുള്ള ആഭരണം, ദിവ്യാനേകോദ്യതായുധം, അനേകങ്ങളായ ദിവ്യങ്ങളായ ആയുധങ്ങളോട് ചേർന്ന് ദിവ്യ മാല്യാംബരധരം, ദിവ്യമായ മാലകൾ ചേർന്ന ആകാശത്തിൽ ഇങ്ങനെ തിളങ്ങിക്കിടക്കുന്ന അംബരധരം, ആകാശത്തെ പോലും ധരിക്കുന്ന ആ മാലകൾ നിറഞ്ഞ, ദിവ്യമായ മാലകൾ നിറഞ്ഞ, ആകാശം ആഭരണമായിട്ടിരിക്കുന്ന ദിവ്യഗന്ധാനുലേപനം, അസാധാരണമാം വിധത്തിലുള്ള സുഗന്ധങ്ങൾ കൊണ്ട് പൂരിതമായിട്ടുള്ളതാണ്. ഓർമ്മിക്കുക. ഇനി ഈ വരി കൂടി, സർവ ആശ്ചര്യമയം, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു ദൃശ്യം. ദേവം അനന്തം വിശ്വതോമുഖം, അനന്തമുള്ള വേദങ്ങൾ വിവരിക്കുന്നതാണത്. ഇത് പക്കാ വേദങ്ങൾ വിവരിക്കുന്നതാ. ഇത് വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം നമതി സമ്പദത്രൈഹി ദ്യാവാ പൃഥിവീ ജനയന്തേ വൈകാഹ. ലോകം മുഴുവനും മുഖങ്ങളുള്ള, ലോകം മുഴുവനും കാണാൻ കണ്ണുകളുള്ള, ലോകം മുഴുവനും കൈകൊണ്ട് നിയന്ത്രിക്കാൻ കഴിവുള്ള കൈകളുള്ള, ലോകം മുഴുവനും ചെന്നെത്താൻ കാലുകളുള്ള ആ ദേവസങ്കല്പത്തെ, അതാണ് അനേക വക്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകാദ്യതോയുധം, ദിവ്യ അനേകോ ആയുധം, ദിവ്യമാല്യാംബരധരം, ദിവ്യഗന്ധാനുലേപനം, സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോമുഖം. ആ വിശ്വതോമുഖമായിട്ടുള്ള ദേവം, അതെ, തം ബാഹുഭ്യാം നമതി, കൈകൾ കൊണ്ട് ഞാനിതാ ആ വിശ്വരൂപത്തെ നമിക്കുന്നു എന്ന് വേദം പറയുന്നു. തം ബാഹുഭ്യാം നമതി സമ്പദത്രൈഹി ദ്യാവാ പൃഥിവീ ജനയന്തേ വൈക. ഭൂമി ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ച ആ ദൈവം, ഏകദൈവം, അദ്വിതീയം, അദ്വയം, രണ്ടല്ലാത്ത ഏകഭാവത്തിൽ നിൽക്കുന്ന ആ ചൈതന്യത്തെ ഞാനിതാ കൈകൂപ്പുന്നു എന്ന് വേദങ്ങൾ പറയുന്നു. ഇവിടെയും അത് തന്നെയാണ്. അടുത്തത് 12. ദിവി സൂര്യ സഹസ്രസ്യ, ആയിരക്കണക്കിന് സൂര്യന്മാര്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗമതുത്തിത, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്ന ഒരു പുതിയ യുഗം സൃഷ്ടിച്ചതുപോലെ തോന്നുന്നു. യതി ഭാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിർഗോളം, തേജസ് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ആ ജ്യോതിർഗോളങ്ങളെ പോലെയുള്ള നിന്റെ ശരീരം. യതിഭാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ, ആ പ്രപഞ്ചത്തെ മൊത്തത്തിൽ പ്രകാശത്തിന്റെ, നത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ വിശ്വമിദം വിഭാതിം. ആ നമ്മുടെ ഉപനിഷത്ത് പറയുന്നതാണ്, ഈ ബ്രഹ്മചൈതന്യത്തിന്റെ വിവരണമാണ്. നത്ര സൂര്യോ ഭാതി, ഈ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നതിന്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമില്ല. 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യന്റെ ഇന്നർ കോറ്, പുറത്ത് 1 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന ഔട്ടർ കോറുള്ള സൂര്യന്റെ പ്രകാശം ഈ ബ്രഹ്മചൈതന്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ചന്ദ്രതാരകം, ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശം ഒന്നുമല്ല. നേമാ വിദ്യുതോ വാന്തി, വെട്ടിത്തിളങ്ങുന്ന ഇടിമിന്നലിന്റെ പ്രകാശം ബ്രഹ്മചൈതന്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. കുതോയം അഗ്നിഹി, പിന്നെയാണോ നിലവിളക്കിൽ കത്തുന്ന ഈ ചെറിയ തിരിയുള്ള വിളക്ക്? തമേവ ഭാന്തം, ആ ബ്രഹ്മചൈതന്യം തന്നെത്താനെ പ്രകാശിക്കുന്നു. യതിബാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ, ആയിരക്കണക്കിന് സൂര്യന്മാര് വെട്ടി പ്രകാശിക്കുന്ന മാതിരി ആ വിശ്വരൂപത്തെ കാണുന്നു. തമേവ ഭാന്തം, അത് തന്നെത്താനെ പ്രകാശിക്കുന്നു. തസ്യ ഭാസ, അതിന്റെ പ്രകാശം കൊണ്ട് വിശ്വമിദം വിഭാതിം, ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശമാനമാകുന്നു. അത് ഉപനിഷത്താണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് റോബർട്ട് ജൂലിയസ് ഓപ്പൺഹീമർ ആദ്യത്തെ ആറ്റം ബോംബ് മൻഹാട്ടൻ എക്സ്പെരിമെന്റില് പ്രവർത്തിച്ച് വിജയിച്ചപ്പോൾ
ജൂതനായിട്ടുള്ള ഓപ്പൺ ഹീമർ ലോർഡ് വിഷ്ണു 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 അങ്ങനെയുള്ള വരി ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിലുണ്ട്. ലോർഡ് വിഷ്ണു ദ ഹിന്ദു ഡെയ്റ്റി സേസ് ഐ ആം ദാറ്റ്. എനിക്കത് കേട്ടപ്പോ കരച്ചിലാവുന്ന സത്യത്തില്. ഐ ആം ദാറ്റ്, നോ ഐ ആം സീയിങ് ദാറ്റ്. അത് ഒരു ജൂതൻ പറയും. ഒരു ജൂതൻ E=mc² കണ്ടുപിടിച്ചതും ജൂതനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുപയോഗിച്ച് ആറ്റം ബോംബ് മൻഹാട്ടൻ എക്സ്പെരിമെന്റിൽ പൊട്ടിച്ചതും ജൂതനായിട്ടുള്ള ജൂലിയസ് റോബർട്ട് ഓപ്പൺ ഹീമർ. അങ്ങേരാണ് പറഞ്ഞത് ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദത്തിത. ലോകത്തിലെ വേറെ ഒരു ഗ്രന്ഥത്തിലും ഇതിന് തുല്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിലും ഇതിന് തുല്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അതാണ് ഹിന്ദു ഡെയ്റ്റി വിഷ്ണു. വിഷ്ണു ഹി ഈസ് മാനിഫെസ്റ്റഡ് ഹിയർ. ദാറ്റ് ഈസ് വാട്ട് വി കുഡ് സീ. ഇതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാണ് അങ്ങേര് പറഞ്ഞത്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ അത് ആ പൊട്ടുന്ന സീനും ഇയാൾ പറയുന്നതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, യൂട്യൂബിലുണ്ട്. അപ്പൊ പിന്നെ പ്രൂഫിന്റെ ആവശ്യമില്ല, പോയി നോക്കിയാൽ മനസ്സിലാക്കാം. യദിബാ സദൃശീ സാസ്യാത്, ഈ വിശ്വരൂപത്തിന് സദൃശമായിട്ട് കമ്പയറബിൾ ആയിട്ട് സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ, ഈ പ്രപഞ്ച കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഞാൻ അകക്കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ അതെങ്ങനെയുണ്ടോ അതേപോലെ ഈ പ്രപഞ്ചം എൻ്റെ മുമ്പിൽ. ഹരേ കൃഷ്ണ, നിന്നെ ഞാൻ ആ വിശ്വരൂപത്തില് കാണുന്നു. അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള ഐക്യത്തോടുകൂടി. യദിബാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മന ഭവേദ് യുഗപദുത്തിത. ആ ശബ്ദവും ആ പ്രകാശവും കേൾക്കുമ്പോൾ ഒരു പുതിയ യുഗം ആരംഭിച്ചതായിട്ട് ഞാൻ കാണുന്നു കൃഷ്ണ എന്നുള്ളതാണ് അതിൻ്റെ വിവരണം. 13 ശ്ലോകം 13. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകത. തത്രൈകസ്തം, അവിടെ തന്നെ ഒരൊറ്റ പോയിന്റിൽ നിലനിൽക്കുന്നു. തത്ര ഏകസ്തം, ഒറ്റപ്പഴ. ജഗത് കൃഷ്ണം, ഈ പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ പോയിന്റിൽ നിലനിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രൂപം ഉണ്ടല്ലോ, അത് ഈ പ്രപഞ്ചം മൊത്തത്തിലാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കൃഷ്ണം പ്രവിഭക്തം അനേകത. പ്രവിഭക്തം അനേകത, ആയിരക്കണക്കിന് പാർട്ടുകളായിട്ട് ചോർന്നിരിക്കുന്ന ആ വിശ്വത്തെ കാണുന്നു. അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തത. ആദ്യം കണ്ടത് പാണ്ഡവനെ തന്നെ അവിടെ കണ്ടത്. അതായത് നീയ പ്രപഞ്ചത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല. പാണ്ഡവരായ പാണ്ഡവര് നിന്നിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. ഇത് സഞ്ജയൻ അർജുനൻ പറയുന്നതായിട്ട് വിവരിക്കാം. സഞ്ജയൻ വിവരിക്കാം. തത്ര ഏകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകത. അനേകം കോമ്പോണന്റുകൾ ചേർന്ന ജഗത് കൃഷ്ണം. കൃഷ്ണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്, ജഗത്ത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം. തത്ര ഏകസ്തം, ഒറ്റ സ്പോട്ടില് ഈ കംപ്ലീറ്റ് പ്രപഞ്ചത്തെയും കാണാൻ സാധിക്കുന്നു. അപശ്യത്ത്, കണ്ടു. ദേവദേവസ്യ, ദേവന്മാരിൽ ദേവനായ ആ കൃഷ്ണന്റെ ശരീരത്തില്, പ്രപഞ്ച ശരീരത്തില് പാണ്ഡവസ്തത. അപ്പൊ ഇവിടെ വരിയിൽ അല്പം വ്യത്യാസമുണ്ട്. ആ പാണ്ഡവൻ ഞാനിപ്പോ കാണുന്ന മാതിരി പാണ്ഡവനും കണ്ടു. പാണ്ഡവസ്തത, പാണ്ഡവൻ ആ ശരീരത്തിൽ കണ്ടു എന്നുമായി പാണ്ഡവനായിട്ടുള്ള അർജുനൻ അവിടെ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ കണ്ടു. രണ്ടർത്ഥവും ശരിയാണ്. പാണ്ഡവൻ അദ്ദേഹത്തിനെ അവിടെ വെച്ച് കണ്ടു, അർജുനനെ അവിടെ വെച്ച് കണ്ടു എന്നുള്ളതായി. അല്ലെങ്കിൽ ഒരൊറ്റ സ്പോട്ടിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശ്വരൂപത്തെ കണ്ടു എന്നുള്ളതും ആയി. രണ്ടും. 14 തതസ്സ വിസ്മയാവിഷ്ടു. സ, അവൻ, തേർഡ് പേഴ്സണാണ്. അപ്പൊ സഞ്ജയൻ പറയാണ് ധൃതരാഷ്ട്രരോട്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, തഥാ അവിടെ, അനന്തരം, എന്തോ സ വിസ്മയാവിഷ്ടു. അർജുനൻ ഷോക്കടിച്ച മാതിരി, ഇംഗ്ലീഷിൽ എന്തായാലും പറയാ ഫ്ലാബർഗാസ്റ്റഡ്, ഞെട്ടിത്തെറിച്ചു പോവുക. ആ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ, തഥാ അനന്തരം, വിസ്മയാവിഷ്ടു, അത്ഭുതം കൊണ്ട് ഞെട്ടിത്തെറിച്ച്, ഹൃഷ്ടരോമാധനഞ്ജയ, നെർവസ് ആയിട്ട് രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ മാതിരി അർജുനൻ, ധനഞ്ജയൻ അവിടെ നിന്നു. ഞെട്ടിത്തെറിച്ചുകൊണ്ടാ നിൽക്കുന്നത് ഈ രൂപം കണ്ടിട്ട്. പ്രണമ്യ ശിരസാദേവം, തല കുനിച്ച് ആ വിശ്വരൂപത്തെ അകക്കണ്ണുകൊണ്ട് കണ്ടു. പുറത്ത് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല.
കാണാൻ പറ്റിയത് സഞ്ജയന് മാത്രം ദിവ്യദൃഷ്ടി മറ്റേ വേദവ്യാസൻ കൊടുത്തത് കൊണ്ട് കാണാൻ സാധിച്ചു. ഈ പാർട്ടിക്ക് കൃഷ്ണൻ നേരിട്ട് കൊടുക്കുക ചെയ്ത്. ഡയറക്റ്റ് ഡീലിംഗ് ആണ്, കമ്മീഷൻ ഒന്നുമില്ല, ഷെയർ ഒന്നുമില്ല, 2.5 കോടി ഒന്നും ഇല്ല അദാനിയുടെ വക്കീലിനെ പോലെ. അപ്പോ തഥാ സ വിസ്മയാവിഷ്ടോ കൃഷ്ണരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാദേവം പ്രണമ്യ, ശിരസ്സുകൊണ്ട് ആ ദേവനെ പ്രണമിച്ച് കൃതാഞ്ജലിരഭാഷത, കൈകൂപ്പിക്കൊണ്ട് അർജുനൻ പറഞ്ഞു കൃതാഞ്ജലിരഭാഷത. അപ്പൊ ആദ്യം കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സഞ്ജയൻ അർജുനൻ പറയുന്ന മാതിരി തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇനി സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ് അർജുനൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. കൃതാഞ്ജലിരഭാഷത, കൈകൂപ്പിക്കൊണ്ട്. അർജുനൻ നെർവസായി, ഞെട്ടിത്തെറിച്ചു, വിറച്ചോണ്ടാണ് അർജുനൻ പറയുന്നത് ഈ വിശ്വരൂപത്തെ കണ്ടുകൊണ്ട്. 14-15 അർജുന ഉവാച, അർജുനൻ പറയാണ് പശ്യാമി അഹം പശ്യാമി, ഞാനിതാ കാണുന്നു. ഞാൻ കാണാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ കാണുന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ചത് കാണുന്നു. പശ്യാമി ദേവാം തവ ദേവദേഹേ, അല്ലയോ കൃഷ്ണ വിശ്വരൂപമേ, ഞാൻ പശ്യാമി ദേവാം, അല്ലയോ ദേവാ തവ ദേവ ദേഹേ, നിന്റെ ദൈവീകമായ ശരീരത്തില് ഞാൻ കാണുന്നു. സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഒരൊറ്റ നോട്ടം കൊണ്ട് നിന്നിലുണ്ടെന്ന് അല്ലയോ ദേവാ ഞാൻ ഇവിടെ നിന്ന് കാണുന്നു. സർവാം, എല്ലാം, തഥാ അപ്രകാരം തന്നെ, ഭൂതവിശേഷ സംഘാൻ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന സർവ്വതും ഒരുമിച്ച് കാണുന്നു. ബ്രഹ്മാണമീശം, ബ്രഹ്മാവിനെയും ഞാൻ കാണുന്നു. കമലാസനസ്ഥം, ആ പ്രപഞ്ചത്തിൽ സൃഷ്ടികർത്താവായിട്ടുള്ള ആ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനെയും ഞാൻ കാണുന്നു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടിയുടെ ആധാരമായിരിക്കുന്ന മൂലഹേതുവായിട്ടുള്ള ബ്രഹ്മാവിനെ ഞാൻ കാണുന്നു. ഋഷികൾ, അറിവിന്റെ മൂർത്തിമത് ഭാവങ്ങളായ ഋഷിമാരെയും ഞാൻ കാണുന്നു. സർവാൻ, എല്ലാ വിഭാഗത്തിലുള്ള ഉരകങ്ങളെയും ഇഴജന്തുക്കളെയും. എക്സ്ട്രീം എൻഡുകളാണ് 3 പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ 1 ബ്രഹ്മാവ്, 2 ഋഷി, 3 ജീവജാലങ്ങള്. ഈ 3നെയും ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ അർജുനൻ ആദ്യം പറഞ്ഞു. ഈ 3 ആദ്യം പറയാൻ കാരണം എന്താ, അതെനിക്ക് ഒരു പിടുത്തവും ഇല്ല. 1 സാങ്കല്പികമായ ബ്രഹ്മദേവതയെ, 2 ദൈവീക തുല്യരായിട്ട് വളർന്ന ഋഷിമാരെ, 3 ഡൗൺ ടു എർത്ത്, ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളെ, ഭൂമിയിലെ മനുഷ്യരായി ജനിച്ച് അങ്ങ് ഉയരത്തിലെത്തിയ ഋഷിമാരെ, പിന്നെ സാങ്കല്പിക ദേവതയായ ബ്രഹ്മാവിനെ, 3നെയും ഞാൻ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നു. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. ബ്രഹ്മാവിനെയും ഋഷിമാരെയും ഉരകങ്ങളെയും എല്ലാത്തിനെയും കാണുന്നു. 11-ാം അധ്യായത്തിലെ 16-ാമത്തെ വരി, അനേക ബാഹു, അനവധി കൈകള് ഞാൻ ഈ വിശ്വരൂപത്തിൽ കാണുന്നു. അനേക ബാഹു ഉദര വക്ത്ര നേത്രം, അനേകമായിട്ടുള്ള ഉദരഭാഗം, വയറുഭാഗം, അനേകം, പല കോമ്പിനേഷനുകളാണ്. അനേക ബാഹൂദര വക്ത്ര നേത്രം, വക്രം ശരീരം, നേത്രം കണ്ണുകള്. പശ്യാമി, ഞാൻ കാണുന്നു. ത്വാം, നിന്നെ ഞാൻ കാണുന്നു. അനേകമായ കൈകള്, അനേകമായ ഉദരങ്ങള്, അനേകമായ കണ്ണുകള്, അനേകമായിട്ടുള്ള ശരീരങ്ങള്. സർവതോ അനന്തരൂപം, അനന്തമായിട്ടുള്ള ആ രൂപത്തെ ഞാൻ കാണുന്നു. നാന്തം ന മധ്യം ന പുനസ്തവാദിം, തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത പ്രപഞ്ചത്തെ കാണുന്നു. യഥാർത്ഥത്തില് പണ്ട് ഞാൻ പറയാറുണ്ട്, ഇത് ഞാൻ വായിച്ചതാണ്, കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് നാസായിലെ ശാസ്ത്രജ്ഞന്മാരോട് കോണ്ടാക്ട് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ചോദിക്കാൻ, നാസായിലെ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആഴ്ചയിൽ 1 ദിവസം മറ്റോ ആണ്. ഞാൻ നാസായിൽ പോയിട്ടുണ്ട്, ഒരു ഫുൾ ഡേ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
$6 കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് അവർ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകും. പണ്ട് അപ്പോളോ ഒക്കെ ലോഞ്ച് ചെയ്ത അതൊക്കെ കാണാൻ സാധിച്ചു. ചന്ദ്രനിലിറങ്ങിയ വാഹനം കാണാൻ സാധിച്ചു. നമ്മുടെ നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രനിലേക്ക് പോയ വാഹനങ്ങളും ഇതെല്ലാം ഇപ്പോഴും അതേപോലെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ കളിക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ജീവിതത്തിലെ സോമരാജൻ നായരാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഹ്യൂസ്റ്റണിൽ നിന്ന് 35 മൈൽ ദൂരത്തേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ അവിടെ നാസായിലെ ടോപ്പ് സയൻറ്റിസ്റ്റുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ടെലിഫോണിലൂടെ ബന്ധപ്പെടാൻ ആഴ്ചയിൽ ഒരു ദിവസമോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ച് ചോദിച്ചു, ഈ പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന്. ഈ പ്രപഞ്ചം അത് ഏതായാലും ഒരു എന്താ പറയുക, ഇത് മാതിരിയാണ് ഉണ്ടാവുക, പിപ്പറ്റ് മാതിരിയാണ് അത്രേ. അതായത് സെൻറ്ററിലൊരു വലിയ ബൾബ്, സെൻറ്ററിലൊരു ബൾബ്, പിന്നെ ഇങ്ങനെ ഒരു ട്യൂബ്, ഇവിടെ നിന്ന് പിപ്പറ്റിൻ്റെ ട്യൂബ് ഇങ്ങോട്ട്, ഇവിടെ പിപ്പറ്റിൻ്റെ ട്യൂബ്, നടുക്കൊരു ബൾബുമായി. അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡിൽ 72,000 കിലോമീറ്റർ വേഗതയിലാണ്. സെക്കൻഡിൽ 72,000 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വായിച്ചതനുസരിച്ചിട്ട് പറയുന്നു. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഈ പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന്. അതിനൊരു സയൻറ്റിസ്റ്റ് ഉത്തരം കൊടുത്തു, 1250 ട്രില്യൺ പ്രകാശവർഷം. 1250 ട്രില്യൺ പ്രകാശവർഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ. ഉടനെ ആ കുട്ടി തിരിച്ചു ചോദിച്ചു, അപ്പം അതിൻ്റെ അപ്പുറത്ത് എന്താന്ന്? അതാണല്ലോ ഡയമീറ്റർ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 1250 ട്രില്യൺ പ്രകാശവർഷം. അപ്പം അതിൻ്റെ അപ്പുറത്ത് എന്താണ്? അതിൻ്റെ അപ്പുറത്തും ഇത് തന്നെ എന്നാണ് ഉത്തരം കൊടുത്തത്. അപ്പോൾ പിന്നെ ഈ അറിവ് എങ്ങനെയാണ് വന്നത്? അതിപ്പോൾ മനുഷ്യന് കിട്ടിയിരിക്കുന്ന അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ നാന്തം ന മധ്യം ന പുനസ്തവാദ്യം, ഈ ഉത്തരം കൊടുത്താൽ മതിയായിരുന്നു. കാരണം അവർക്ക് ഇതിൽ തുടക്കവും മധ്യവും അവസാനവും ഇല്ല. മദ്യം ബീവറേജസ് കോർപ്പറേഷൻ്റെ മദ്യമല്ല, മധ്യം. അപ്പോൾ സെൻറ്റർ. അപ്പൊ തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത ആ പ്രപഞ്ചം ഞാൻ കാണുന്നു. പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ, വിശ്വരൂപത്തിൽ നിൽക്കുന്നവനെ, ഹേ വിശ്വരൂപ, നിന്റെ വിശ്വരൂപത്തില് തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത ആ വിശ്വത്തിൻ്റെ സർവ്വതിനെയും ഞാൻ കാണുന്നു കൃഷ്ണ, ഞാൻ കാണുന്നു നിന്നെ ഞാൻ കാണുന്നു കൃഷ്ണ. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകം 11ാമത്തെ അധ്യായം നാളെ എടുക്കാം, അല്ലേ? നാളെ എടുക്കാം. സന്തോഷമുണ്ട്, വളരെ 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 സന്തോഷമുണ്ട്. കുറേ വ്യക്തികൾ ഇന്ന് വിശ്വരൂപം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് കുറേ പേര് പറഞ്ഞു. ആലപ്പുഴയിലുള്ള ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞു, മുരളി പറഞ്ഞു, കൃഷ്ണമൂർത്തി പറഞ്ഞു. നമ്മുടെ ലക്ഷ്മി കാണത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിളിച്ചിരുന്നു, പറഞ്ഞിരുന്നു, അവൻ എഴുതിയിരുന്നു. അപ്പം ധാരാളം പേർക്ക് താല്പര്യമുണ്ട്. അത് ഗോപാലകൃഷ്ണൻ വിവരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന താല്പര്യമല്ല, കൃഷ്ണൻ വിവരിച്ചത് ഞാൻ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യമാണ്. അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, അതിൻ്റെ ക്രെഡിറ്റ് ശ്രീകൃഷ്ണനുള്ളതാണ്. അത് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ തന്നെ അർപ്പിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലെങ്കിലും എനിക്ക് നിങ്ങളോട് ഇത്രയും ശ്ലോകങ്ങൾ വിവരിക്കാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സംതൃപ്തിയുണ്ട്. നാളെ ഇന്ന് വായിച്ചതൊന്നുകൂടി വായിച്ച് ബാക്കിയൊരു 10-12 ശ്ലോകം കൂടി വിവരിക്കാം. നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. നിങ്ങളുടെ പ്രാർത്ഥനകളും പുഷ്പങ്ങളും നമസ്തേയും പ്രണാമവും ഗോപാലകൃഷ്ണൻ്റെ വലത്തെ കയ്യിലെടുത്ത് ഗുരുവായൂരപ്പൻ്റെയും പൂർണ്ണത്രൈശൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ അർപ്പിച്ച് ഈ പ്രപഞ്ച ചൈതന്യത്തിനും നമുക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾക്കും അവരുടെ പിതൃക്കൾക്കും അതേപോലെ തന്നെ യോഗീശ്വരന്മാർക്കും നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യത്തിനും നമുക്കൊരുമിച്ച് പ്രണാമമർപ്പിക്കാം. പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.